നമ്മളിൽ പലർക്കും സ്കൂൾ പഠനകാലത്ത് ഏറ്റവും ബോറടിപ്പിച്ച വിഷയങ്ങളിൽ ഒന്ന് ചരിത്രമായിരിക്കും. സാമൂഹ്യ പാഠം, തീയതികളും സംഭവങ്ങളും പേരുകളും ഒക്കെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുക, ഇതായിരുന്നു ചരിത്രത്തിന്റെ പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ചോദ്യം പലവട്ടം മനസ്സിൽ വന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ചരിത്രം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും പുനർവായിക്കപ്പെടുകയും ചരിത്രത്തെ തിരുത്തി എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ശ്രീനാഥ് ശങ്കരൻകുട്ടി എഴുതിയ പതമ്പ് എന്ന നോവൽ ഞാൻ വായിക്കുന്നത്. ഇത് വായിച്ചു തീർന്നപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഒരു നോവൽ പോലെ ഇത്ര മനോഹരമായി എഴുതിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ചരിത്രം ഒരു പ്രിയപ്പെട്ട വിഷയമാകുമായിരുന്നില്ലേ എന്നാണ്. പതമ്പ് ഒരു നോവൽ മാത്രമല്ല, 1893 മുതൽ 1934 വരെയുള്ള കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. നവോത്ഥാനം, സാമൂഹിക മാറ്റങ്ങൾ, ജാതി വ്യവസ്ഥയുടെ പിടിയിൽ നിന്ന് മനുഷ്യൻ മോചനം തേടിയ കാലം, ഇതൊക്കെ ചരിത്രരേഖകളിൽ കാണാം. പക്ഷെ ആ ചരിത്രത്തിനിടയിൽ ജീവിച്ച സാധാരണ മനുഷ്യരുടെ കഥകൾ അത് പലപ്പോഴും രേഖപ്പെടുത്തപ്പെടാറില്ല. ആ വിടവാണ് ഈ നോവൽ നികത്തുന്നത്. ചിന്നൻ പിന്നീട് യേശുദാസനായി മാറുന്ന നായക കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അവന്റെ ജീവിതം, അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ, സംഘർഷങ്ങൾ, ഇതെല്ലാം വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, സമൂഹത്തിന്റെ മാറ്റത്തിന്റെ കഥ കൂടിയാണ് നാം വായിക്കുന്നത്. മഹാത്മാഗാന്ധി, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി നവോത്ഥാന നായകരുടെ സാന്നിധ്യമൊക്കെ ഈ നോവലിൽ വളരെ നന്നായി വരുന്നുണ്ട്. എന്നാൽ അവരൊക്കെ വെറും ചരിത്ര കഥാപാത്രങ്ങളായി കടന്നു വരുന്നില്ല. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ശക്തികളായിട്ടാണ് അവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ ഈ നോവൽ വായിക്കുമ്പോൾ അത് ശരിക്കും ബോധ്യപ്പെടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരിത്രവും ഭാവനയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ്. എവിടെയും ചരിത്രം ക്ലാസ് മുറിയിൽ ഒരു പാഠം പോലെ തോന്നുന്നില്ല, മറിച്ച് ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യനായി നമ്മളെയും കൂടെ നടത്തുകയാണ് എഴുത്തുകാരൻ. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും ചരിത്രത്തെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തവർക്കും ഒരുപോലെ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് പതമ്പ്. കേരളത്തിന്റെ സാമൂഹിക പരിണാമങ്ങളെ മനസ്സിലാക്കാനും ചരിത്രത്തെ ഒരു മനുഷ്യാനുഭവമായി കാണാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ നോവൽ മികച്ചൊരു വായനാനുഭവമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാതൃഭൂമി ബുക്സാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം വായിക്കാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വായിക്കൂ. ചരിത്രത്തെ അറിയാൻ മാത്രമല്ല, അതിലൂടെ മനുഷ്യനെ മനസ്സിലാക്കാനും. നന്ദി.